الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ഇൻഷാ അല്ലാഹ് നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം സ്വഹാബികളെ കുറിച്ചാണ്. സ്വഹാബികളെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിലർക്ക് സംശയമുണ്ടായേക്കാം. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവർ, പ്രാചീനരായ അറബികൾ, കാട്ടറബികൾ, അവരെക്കുറിച്ചൊക്കെ നാം എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അതല്ലെങ്കിൽ അവരുടെ മഹത്വം എന്തിനാണ് അവരുടെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് എന്നൊക്കെ ചില ചോദ്യങ്ങളും അത്തരത്തിലുള്ള പരിഹാസവാക്യങ്ങളൊക്കെ നാം കേൾക്കാറുണ്ട്. സഹാബികളുടെ അവരുടെ തഖ്വയെയും അവരുടെ അദാലത്തിനെയും ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പേജുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും കുത്തിനിറക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ സഹാബികളെ കുറിച്ച് നാം എന്ത് വിശ്വസിക്കണം, നാം എന്ത് നിലപാടാണ് അവരുടെ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന് നാം ഓരോരുത്തരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി, ആരാണ് സഹാബികൾ? സഹാബികൾ എന്ന് പറയുന്ന വിഭാഗം അവരാരാണ്? പണ്ഡിതന്മാർ അതിന് നൽകിയ നിർവചനം എന്താണ്? അത് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സഹാബി എന്ന് പറഞ്ഞാൽ മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബിഹി വമാത അലൽ ഈമാൻ വഇൻ തഖല്ലലത് റിദ്ദത്തുൻ ഫിൽ അസഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയുടെ ജീവിതകാലത്ത് നബിയെ കണ്ടുമുട്ടുകയും നബിയുമായി സഹവസിക്കുകയും അങ്ങനെ നബിയിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ അതോടൊപ്പം മുഅ്മിനായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വഹാബി എന്ന നാമകരണം ചെയ്യുന്നത്. ഈ ഒരു നിർവചനം നാം പഠിക്കുന്നതോടുകൂടി ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നബിയുമായി സഹവസിക്കുക, നബിയെ കണ്ടുമുട്ടുക എന്നത് മാത്രമാണ് നിബന്ധന. ഈമാനോടുകൂടി നബിയെ കണ്ടുമുട്ടുകയും ഈമാനിലായി മരണപ്പെടുകയും ചെയ്യുക, ഇതാണ് സ്വഹാബിയാകാനുള്ള നിബന്ധന എന്ന് പറയുന്നത്. അതല്ലാതെ ദീർഘകാലം, കുറേ കാലം നബിയെ കാണണമെന്നോ അതല്ലെങ്കിൽ നബിയുടെ കൂടെ യുദ്ധം ചെയ്യണമെന്നോ ഇതൊന്നും ഒരു വ്യക്തി സഹാബിയാകാനുള്ള നിബന്ധനയായി നമുക്ക് പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് നബിയെ ഒരു നിമിഷം കണ്ടു, ഒരു ദിവസം കണ്ടു, ഒരു മണിക്കൂർ കണ്ടു, എത്രയാണോ അവന് കണ്ടത്, എത്ര കണ്ടാലും അവന് സുഹബത്ത് എന്ന പദവി ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്, അവനെ സഹാബിയായി പരിഗണിക്കുന്നതാണ്. ഈ നിർവചനം നാം പഠിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകും, നബിയുമായി സഹവസിച്ചവർ, നബിയെ കണ്ടുമുട്ടിയവർ എന്ന് പറയുന്നതോടുകൂടി അന്ധരായ സഹാബികളുണ്ട്. അവർ നബിയുമായി സഹവസിച്ചവരാണ്, നബിയെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ അവരും സഹാബികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഒരു വ്യക്തി അദ്ദേഹം നബിയെ കണ്ടുമുട്ടിയത് കാഫിറായിക്കൊണ്ടാണ്, നബിയിൽ വിശ്വസിച്ചിട്ടില്ല, പിന്നീട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മടങ്ങി അതിനുശേഷമാണ് നബിയിൽ വിശ്വസിച്ചതെങ്കിൽ അദ്ദേഹത്തെ സഹാബിയായി പരിഗണിക്കുകയില്ല. കാരണം അദ്ദേഹം നബിയെ കണ്ടുമുട്ടിയത് മുഅ്മിനായിക്കൊണ്ടല്ല, മറിച്ച് നബിയിൽ വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കണ്ടുമുട്ടിയത്. അതുപോലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹം നബിയെ കണ്ടു, പക്ഷേ നബിയുടെ മരണശേഷമാണ് നബിയിൽ വിശ്വസിച്ചത് എങ്കിൽ അങ്ങനെയുള്ള ആളുകളെയും സഹാബികളായി പരിഗണിക്കുകയില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം അവിടുന്ന് മറമാടുന്നതിന് മുൻപ് നബിയെ കണ്ട ആളുകളുണ്ട്.
യമനിൽ നിന്നും മറ്റ് ദീർഘ നാടുകളിൽ നിന്നും നബിയെ കാണുന്നതിനായി, നബിയുടെ സ്വഹ്ബത്ത് ലഭിക്കുന്നതിനായി ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ചില ആളുകൾ അവരൊക്കെ എത്തുന്നതിന് മുൻപായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിരുന്നു. അങ്ങനെ നബിയുടെ മയ്യത്താണ് അവർ കാണുന്നത്, നബിയുടെ ജീവനോടുകൂടി അവർ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും സഹാബികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല. അതുപോലെ തന്നെ മുഹമ്മദ് നബിയാകുന്നതിന് മുൻപ് നബിയെ കണ്ടുമുട്ടിയ ആളുകളുണ്ട്. ഉദാഹരണമായി വറഖത്ത് ബിൻ നൗഫൽ, അദ്ദേഹം നബിയാകുന്നതിന് മുൻപ് കണ്ടുമുട്ടിയ വ്യക്തിയാണ്. പക്ഷേ നബി ആയതിനു ശേഷം നബിയെ കണ്ടുമുട്ടിയിട്ടില്ല, നബിയുമായി സഹവസിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളെയും സഹാബികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, പിഞ്ചുമക്കൾ. അന്ന് കാലത്തുണ്ടായിരുന്ന ഒരു ശീലമാണ്, മാതാപിതാക്കൾക്ക് വല്ല മക്കളും ലഭിച്ചാൽ അവർ നബിയുടെ അടുക്കലേക്ക് കൊണ്ടുവരും ചെറിയ മക്കളെ, നബിയുടെ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടി, ആ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി നബിയുടെ അരികിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ചെറുപ്രായത്തിൽ ബുദ്ധിയും വകതിരിവും എത്തുന്നതിന് മുൻപ് നബിയെ കണ്ടവർ, അവരെയും സഹാബികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയില്ല. അപ്പോൾ സഹാബി ആരാണ് സഹാബി എന്നുള്ള ആ നിർവചനം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബിയുടെ ജീവിതകാലത്ത് അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും ആ നബിയെ കണ്ടുമുട്ടുകയും സഹവസിക്കുകയും അതോടുകൂടി ഈമാനോടുകൂടി മരണപ്പെടുകയും ചെയ്തവർക്കാണ് സഹാബികൾ എന്ന് പറയുക. സഹാബികളുടെ കൃത്യമായ എണ്ണം അത് നമുക്ക് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തുക സാധ്യമല്ല. കാരണം അത്രയും ധാരാളം സഹാബികളുണ്ട്. റസൂലിന്റെ കാലശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അവർ വ്യാപിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇനി സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വിജ്ഞാനമുള്ള വ്യക്തി ആരാണ്? നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരിക്കും. കാരണം നബിയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ചത് അബൂ ഹുറൈറയാണ് റളിയല്ലാഹു അൻഹു. പക്ഷേ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ളവർ, വിജ്ഞാനമുള്ള വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നാം മുമ്പ് ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, നബിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം. നബി മരണപ്പെടുന്നതിന് 5 ദിവസം മുമ്പ് മിമ്പറിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുഅതിയഹു മിൻ സഹ്റത്തി ദുനിയ മാ ശാ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. റസൂലുള്ളാഹി മിമ്പറിൽ കയറി പറയുകയാണ്, ഒരു അടിമ, ആ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് തെരഞ്ഞെടുക്കുവാനും അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പക്കലുള്ള സ്വർഗം തെരഞ്ഞെടുക്കുവാനും ഒരു സ്വാതന്ത്ര്യം നൽകി, അതിനുള്ള ഒരു അവസരം നൽകി. ആ സമയത്ത് ആ അടിമ തെരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ പക്കലുള്ള സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് മിമ്പറിൽ കയറി പറയുകയാണ്. ഇത് കേട്ടതോടുകൂടി സദസ്സിലുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ബാക്കി ആരും കരയുന്നില്ല. എന്നിട്ട് എന്തായിരുന്നു അതിന്റെ കാരണം? അത് റസൂലിന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയാണ്. ആ അടിമയാരാണ്? അത് റസൂലാണ്. റസൂല് ഈ ദുനിയാവ് ഒഴിവാക്കി അള്ളാഹുവിന്റെ പക്കലുള്ള സ്വർഗം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറഞ്ഞത്. പക്ഷെ അത് സ്വഹാബികളുടെ കൂട്ടത്തിൽ അത് പെട്ടെന്ന് മനസ്സിലായത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ്. അതുകൊണ്ട് തന്നെ സഹാബി ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, വകാന അബൂബക്കർ ഹുവ അഅലമനാ ബിഹി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ളവർ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് അവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അടുത്തതായി മൻ ഹുവ ആഖിറു സ്വഹാബി മൗതൻ, അവസാനമായി മരണപ്പെട്ട സ്വഹാബിയാരാണ്? അവസാനമായി മരണപ്പെട്ട സ്വഹാബിയുടെ പേര് അബു തുഫൈൽ ആമിർ ഇബ്നു വാസില. അബു തുഫൈൽ ആമിർ ഇബ്നു വാസില എന്ന സ്വഹാബിയാണ് അവസാനമായി മരണപ്പെട്ടത്. അത് അദ്ദേഹം തന്നെ പറയുന്നതായി കാണാം. അദ്ദേഹം പറയുകയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വമാ അലാ വജ്ഹിൽ അർളി റജുലുൻ
റആഹു ഗൈരി, ഈ ഭൂലോകത്ത് ഇന്ന് റസൂലിനെ കണ്ട ഞാനല്ലാതെ മറ്റാരും ഇന്ന് ജീവനോടുകൂടി ഇവിടെ അവശേഷിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അവിടുന്ന് മരണപ്പെടുന്നതിന്റെ ഒരു മാസം മുൻപ് പറയുകയാണ്, മാ മിൻ നഫ്സിൻ മൻഫൂസത്തിൻ യൗം തഅതി അലൈഹാ 100 സനത്തിൻ വഹിയ ഹയ്യത്തുൻ യൗമഇദ്. റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന ഈ സ്വഹാബത്ത് അവർ ഒരു 100 വർഷം വരുമ്പോൾ അവരിൽ ഒരാളും തന്നെ ജീവനോടുകൂടി ഉണ്ടാവുകയില്ല. അഥവാ റസൂലുള്ളാഹി മരണപ്പെടുന്നത് ഹിജ്റ 11-നാണ്. അവസാനത്തെ സഹാബിയായ ആമിർ ഇബ്നു വാസില മരണപ്പെടുന്നത് ഹിജ്റ 110-ലാണ്. അഥവാ റസൂൽ പറയുന്ന അതേ വർഷം 100 വർഷം. അപ്പം അവസാനത്തെ സഹാബി മരിക്കുന്നത് എപ്പോഴാണ്? റസൂലുള്ളാഹി മരണപ്പെട്ട് 100 വർഷത്തോട് അടുക്കുമ്പോഴാണ് അവസാനത്തെ സഹാബിയായ അബു തുഫൈൽ ആമിർ ഇബ്നു വാസില റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അപ്പോൾ ഈ സഹാബത്ത്, ലക്ഷക്കണക്കിന് വരുന്ന ഈ സഹാബത്ത്, അവരെ ഇഷ്ടപ്പെടുക, അവരെ സ്നേഹിക്കുക എന്നത് അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതല്ലാതെ കേവലം ചില വികാരങ്ങൾക്ക് പുറത്തുള്ളതല്ല, മറിച്ച് നമ്മുടെ ഈമാനിന്റെ ഒരു ഭാഗമാണ് സഹാബികളെ സ്നേഹിക്കുക എന്നുള്ളത്. മുഅ്മിനീങ്ങൾ അവർ പരസ്പരം സ്നേഹിക്കുന്ന ധാരാളം ശ്രേഷ്ഠതകളുള്ള ഹദീസുകൾ നമുക്കറിയാവുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാൻ, 3 കാര്യങ്ങൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. അതിലൊരു കാര്യം എന്താണ്? വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അവൻ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. അല്ലാഹുവിന്റെ പേരിലുള്ള സ്നേഹം, അല്ലാഹുവിന്റെ പേരിലാണ് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ അവർ പരസ്പരം സ്നേഹിക്കുന്നതിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഹദീസുകളെല്ലാം അതെല്ലാം സഹാബത്തിനെ സ്നേഹിക്കണം, ആ സഹാബത്തിനെ ഇഷ്ടപ്പെടണം എന്നതിന്റെ മഹത്വത്തെ അറിയിക്കുന്ന ഹദീസാണ്. കാരണം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടാൻ അർഹരായവർ അത് സഹാബികളാണ്. ഈമാനിന്റെ വിഷയത്തിൽ നമ്മെക്കാൾ മുൻകടന്ന മുഹാജിറുകളും അൻസാറുകളുമുണ്ട്. ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത സഹാബികളുണ്ട്. ഉഹദിലും ബദറിലും ഖന്തക്കിലും പങ്കെടുത്ത് ഷഹീദായവരുണ്ട്. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ധാരാളം ത്യാഗങ്ങളും അതുപോലെ പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ഒട്ടനവധി സഹാബത്തുകൾ, വ്യക്തികളുള്ള ഒരു ജനവിഭാഗമാണ് സഹാബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുക, അവരോടുള്ള സ്നേഹം അത് ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുക, അതുറക്കെ പ്രഖ്യാപിക്കുക എന്നത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരു അടയാളമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സഹാബികളുടെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്, അവരെക്കുറിച്ച് നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇൻഷാ അല്ലാഹ് നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ഹുബ്ബു സ്വഹാബതി വാജിബുൻ ബിൽ ഇജ്മാഅ്, സഹാബികളെ ഇഷ്ടപ്പെടുക, അവരെ സ്നേഹിക്കുക എന്നത് അത് നിർബന്ധമാണ്. അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം എന്നതല്ല, മറിച്ച് സ്നേഹിക്കൽ നിർബന്ധമാണ്. അവർ ഇസ്ലാമിൽ നമ്മെക്കാൾ മുൻകടന്നവരാണ്, നബിയുടെ കൂടെ സഹവസിച്ചവരാണ്, ഈ ദീന് നമുക്ക് എത്തിച്ചു നൽകിയവരാണ്, ദീനിന് അടിത്തറവാകിയവരാണ്. അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ സഹാബികൾക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒട്ടനവധി ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹാബത്തിനെ സ്നേഹിക്കാൻ, അവരെ ഇഷ്ടപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഒന്നാമത്തേത്, നാം അള്ളാഹുവെ സ്നേഹിക്കുന്നവരാണ്, അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നവരാണ്. നാം എല്ലാവരും അള്ളാഹുവെ ഇഷ്ടമുണ്ട് എന്ന് വാദിക്കുന്നവരാണ്. ആ വാദത്തിൽ നാം എത്രമാത്രം സത്യസന്ധത പുലർത്തുന്നു എന്നത് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നാം വാദിക്കുമ്പോൾ അള്ളാഹു എന്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അതിനെയും നാം ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബികളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് സഹാബികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെന്ന് നീ വാദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വഹാബത്തിനെ, ആ ജനവിഭാഗത്തെ നീയും ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ മാർഗം, നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത്, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാനുള്ള ഒരു മാർഗമാണ് സഹാബികളെ ഇഷ്ടപ്പെടുക എന്നുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ കുറിച്ച് പറയുകയാണ്, ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനീങ്ങൾ മാത്രമാണ് അൻസാറുകളെ ഇഷ്ടപ്പെടുക. വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖുൻ, മുനാഫിക്കുകളായ ആളുകൾ അവർ അൻസാറുകളോട് ശത്രുത വെച്ച് പുലർത്തുന്നവരാണ്, അവരോട് പക വെച്ച് പുലർത്തുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നിട്ട് പറഞ്ഞു, മൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്, ആ സഹാബത്തിനെ അൻസാറിനെ ആരിഷ്ടപ്പെടുന്നുവോ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. വമൻ അബ്ഗദഹും അബ്ഗദഹുല്ലാഹ്, അവരോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ, അവരോട് പക വെച്ച് പുലർത്തുന്നവർ, അവരോട് അള്ളാഹു കോപിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അഹബ്ബൽ അൻസാറ അഹബ്ബഹുല്ലാഹ്, അൻസാറുകളെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. വമൻ അബ്ഗദൽ അൻസാറ അബ്ഗദഹുല്ലാഹ്, അൻസാറുകളോട് കോപിക്കുന്നവർ, അവരോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവർ, അവരോട് അള്ളാഹുവും ദേഷ്യം വെച്ച് പുലർത്തുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ സ്വഹാബത്തിനെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു ജനവിഭാഗമാണവർ. മൂന്നാമതായി അവരെ ഇഷ്ടപ്പെടുക എന്നത് അത് നമ്മുടെ ഈമാനിന്റെ അടയാളമാണ്, നമ്മുടെ ദീനിന്റെ ഭാഗമാണ്, ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ, ഈമാനിന്റെ അടയാളമാണെന്ന് അൻസാറുകളെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ, നിഫാഖിന്റെ അടയാളമാണ് അൻസാറുകളെ വെറുക്കുക, അവരോട് ശത്രുത വെച്ച് പുലർത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഈമാനിന്റെയും നിഫാഖിന്റെയും അടയാളമായി പഠിപ്പിക്കപ്പെട്ട കാര്യം എന്താണ്? അത് സഹാബികളോടുള്ള ഇഷ്ടം, അവരോടുള്ള വെറുപ്പ്, ഇത് രണ്ടുമാണ് നമ്മുടെ ഈമാനിനെയും നിഫാഖിനെയും വേർതിരിക്കുന്നത്. അതുകൊണ്ട് സഹാബത്തിനെ ഇഷ്ടപ്പെടുക അത് നമ്മുടെ ഈമാനിന്റെ അടയാളമായി, നമ്മുടെ ദീനിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. നാലാമത്തേത്, സഹാബികൾ എന്ന് പറയുന്നത് ആരാണ്? അല്ലെ, നമ്മൾ പറയാനെന്താണ്? അസ്ഹാബു റസൂലില്ല, റസൂലിന്റെ സഹാബികൾ. ആ റസൂലിലേക്കാണ് നാം ചേർക്കാറുള്ളത്. റസൂലിന്റെ കൂടെ ജീവിക്കുകയും റസൂലിനെ വിശ്വസിക്കുകയും ആ റസൂലിനെ അങ്ങേയറ്റം സഹായിക്കുകയും ആ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി റസൂലിന്റെ കൂടെ അങ്ങേയറ്റം കഠിന പ്രയത്നം ചെയ്ത വ്യക്തികളാണ് സഹാബികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് റസൂലിനെ ഇഷ്ടപ്പെടുന്നവർ, റസൂലിനെ സ്നേഹിക്കുന്നവർ, അവർ റസൂലിന്റെ കൂട്ടുകാരായ ആ റസൂലിന്റെ സഹചാരികളായ സ്വഹാബത്തിനെയും ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇമാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ കബായിർ അഥവാ വൻ പാപങ്ങൾ വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, ഫഹുബ്ബു അസ്ഹാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൻവാനു മഹബ്ബതിഹി, നബിയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ് നബിയുടെ സഹാബത്തിനെ നീ ഇഷ്ടപ്പെടുക എന്നുള്ളത്. വബുഗ്ദുഹും ഉൻവാനു ബുഗ്ദിഹി, നീ ആ സഹാബത്തിനോട് നീ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് റസൂലിനോട് ശത്രുത വെച്ച് പുലർത്തുന്നത് പോലെയാണ്, അതിന്റെ അടയാളമാണ് എന്ന് അവിടുന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതായി കാണാം. അഞ്ചാമത്തേത്, നമ്മെക്കാൾ ശ്രേഷ്ഠതയുള്ളവർ, നമ്മെക്കാൾ ഫളലുള്ളവർ അവർ സഹാബത്താണ്. നാം മുമ്പ് പറഞ്ഞു, റസൂലിന്റെ കൂടെ സഹവസിച്ചവരാണ്, അതേപോലെ റസൂലിൽ നിന്നും നേരിട്ട് ദീൻ പഠിച്ചവരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും എല്ലാം ത്യജിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് പോരാടിയവരാണ്. അങ്ങനെ സഹാബികൾക്ക് മാത്രം അവകാശപ്പെടുന്ന എത്രയോ നന്മകൾ, മേന്മകളുണ്ട്. നമ്മുടെ ദീനിന്റെ ഓരോ ഹുക്മുകളും നാം വുളു എടുത്തു, നമസ്കരിച്ചു, ഈ നമസ്കാരത്തിന്റെ രൂപം, വുളുഇന്റെ രൂപം, അതിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ, ഇതെല്ലാം ദീനിന്റെ നന്മകളെല്ലാം നമുക്കറിയിച്ചു നൽകിയത് അത് സഹാബികളാണ്. സഹാബികളിലൂടെയല്ലാതെ ദീനിന്റെ ഒരു ഹുക്മും നമ്മിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നീ ദാഹിച്ചു വലഞ്ഞ് നടക്കുമ്പോൾ വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ് ഒരു വഴിയിലൂടെ നടക്കുകയാണ്. അങ്ങനെ ഒരാൾ നിനക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം നൽകി എന്ന് വിചാരിക്കുക. നീ അവരോട് എത്രമാത്രം നന്ദി കാണിക്കും? കാരണം നീ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ക്ഷീണിതനായി നിൽക്കുകയാണ്. നിനക്കൊരു ഗ്ലാസ് വെള്ളം തന്ന് നിന്നെ സഹായിച്ചവനാണ്, അവനോട് നിനക്ക് അങ്ങേയറ്റത്തെ കടപ്പാടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ദീനിന്റെ നിയമങ്ങൾ, ഈ ദീനിന്റെ മുഴുവൻ നന്മകളും, നിന്റെ ദീനിൻ ഈ ദുനിയാവിലെയും പരലോകത്തെയും മുഴുവൻ വിജയത്തിന്റെയും അടിസ്ഥാനമായ
ഈ ദീൻ നിനക്ക് എത്തിച്ചു നൽകിയ സഹാബ, അവരോട് നീ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. ആ സഹാബത്തിനോട് അവരെ നാം അങ്ങേയറ്റം സ്നേഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് നമ്മെക്കാൾ നന്മയുള്ള തഖ്വയുള്ള ഈമാനുള്ള ഒരു ജനവിഭാഗമാണ് സഹാബത്ത്. അവരുടെ ശ്രേഷ്ഠതകൾ, അവരുടെ ഫളിലുകൾ മനസ്സിലാക്കുകയും അവരെ ദീനിന്റെ പേരിൽ, ഈമാനിന്റെ പേരിൽ അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുക. ഇമാം സഹാബി റഹിമഹുല്ലാ അദ്ദേഹം തന്റെ അഖീദയിൽ പറയുകയാണ്, ഹുബ്ബുഹും ദീനുൻ വ ഈമാനുൻ വ ഇഹ്സാൻ. സഹാബത്തിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് ദീനാണ്, അത് ഈമാനാണ്, അത് ഇഹ്സാനാണ്. വ ബുഗ്ദുഹും അവരോട് കോപിക്കുക, അവരോട് ശത്രുത വെച്ച് പുലർത്തുക എന്നതോ കുഫ്റുൻ, അത് കുഫ്റാൻ. വ നിഫാഖുൻ, അത് കാപട്യമാണ്. വ തുഗ്യാനുൻ, അത് അതിക്രമമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സഹാബത്തിനോടുള്ള സ്നേഹം എന്നത് അത് ചില്ലറ വിഷയമല്ല, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാനമാണ്. ഈ വിഷയത്തിൽ ധാരാളം ആളുകൾ പിഴച്ചു പോയിട്ടുണ്ട്. സഹാബകളുടെ വിഷയത്തിൽ അതിരുകവിഞ്ഞവരുണ്ട്, അതുപോലെ സഹാബികൾക്ക് നൽകേണ്ട സ്ഥാനം വകവെച്ചു കൊടുക്കാത്തവരുണ്ട്. അതിന്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ സത്യം നിലകൊള്ളുന്നത്. ആ മാർഗം അത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഔസഖു അമലി ഫീ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പക്കൽ എനിക്ക് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ഒരു കർമ്മമായി ഞാൻ കണക്കാക്കുന്ന കാര്യം എന്താണ്? ഹുബ്ബി അബാ ബക്രിൻ വ ഉമർ വ അബാ ഉബൈദ വ ഹുബ്ബി അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മഈൻ. അബൂബക്കറിനെയും ഉമറിനെയും അബൂ ഉബൈദയെയും അതുപോലെ നബിയുടെ മറ്റ് സഹാബത്തിനെയെല്ലാം ഇഷ്ടപ്പെടുക, അവരെ സ്നേഹിക്കുക എന്ന പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ പക്കൽ ഞാൻ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഇബാദത്തായി, ഒരു കർമ്മമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ്. സഹാബത്തിനോടുള്ള സ്നേഹം എന്നത് അത് അള്ളാഹുവിന്റെ പക്കൽ ധാരാളം പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമായി അവർ മനസ്സിലാക്കിയിരുന്നു മനസ്സിലാക്കിയിരുന്നു. അതാണ് ഒരിക്കൽ ഒരു വ്യക്തി റസൂലിന്റെ അടുക്കൽ വന്ന് ചോദിച്ചതായി കാണാം, മതസ്സാഅ, റസൂലെ എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? റസൂൽ ചോദിച്ചു, വമാദാ അഅദത്ത ലഹ, നീ അതിനുവേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ആ അന്ത്യദിനത്തിൽ അവിടെ രക്ഷപ്പെടാൻ നീ എന്ത് പാതേയമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ വ്യക്തി പറയുകയാണ്, എൻ്റെ പക്കൽ ഐച്ഛികമായ ധാരാളം നോമ്പോ നമസ്കാരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല, ധാരാളം ഇബാദത്തുകൾ എൻ്റെ പക്കലില്ല. മറിച്ച് ഇല്ല അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആത്മാർത്ഥമായി ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെയായിരിക്കും നീ ഉണ്ടായിരിക്കുക. എന്നിട്ട് ഹദീസ് ഉദ്ധരിച്ച മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത. നബി പറഞ്ഞു, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെയായിരിക്കും നീ ഉണ്ടായിരിക്കുക എന്ന നബിയുടെ വാക്കിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഅന ഉഹിബ്ബുൻ നബിയ്യ വ അബാ ബക്രിൻ വ ഉമർ, ഞാൻ നബിയെയും അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹും അവരെയൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വ അർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും, അവരോടുള്ള ഇഷ്ടം കാരണത്താൽ, അവരോടുള്ള സ്നേഹം കാരണത്താൽ അവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അങ്ങേയറ്റം ആശിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. വ ഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം, അവരുടെ അത്ര അമലുകൾ ചെയ്തുകൊണ്ട് അവരോടൊപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും അവരോടുള്ള സ്നേഹം കാരണം, അവരോടുള്ള ഹുബ്ബ് കാരണം, ദീനിന്റെ പേരിലുള്ള ഈമാനിന്റെ പേരിലുള്ള ആ സഹാബത്തിനോടുള്ള ഇഷ്ടം കാരണം അവരുടെ കൂടെ സ്വർഗത്തിൽ ഞാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം തീരുമാനമെടുക്കണം, സഹാബത്തിനോടുള്ള സ്നേഹം എന്നത് അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, അത് നമ്മുടെ ദീനിന്റെ ഭാഗമാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് എന്ന നിലയിൽ തന്നെ നാം ഈ വിഷയത്തെ കാണുകയും അവരോടുള്ള സ്നേഹം അതേ രൂപത്തിൽ
നാം ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളർന്നു വരുന്ന മക്കൾ, പഠിച്ചു വരുന്ന നമ്മുടെ മക്കൾ, വീട്ടിലുള്ള നമ്മുടെ മക്കൾ, അവർക്കൊക്കെ സഹാബത്തിനോടുള്ള ഇഷ്ടം, സഹാബത്തിനോടുള്ള സ്നേഹം അവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം. ദീനിനു വേണ്ടി സഹാബത്ത് അനുഭവിച്ച ത്യാഗങ്ങൾ, അവർ അനുഭവിച്ച പ്രയാസങ്ങൾ നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ബദറും ഉഹുദും ഖന്ദഖും ഇന്ന് പല മക്കൾക്കും അറിയുകയില്ല. എന്താണ് ഉഹുദ്? ഏത് മാസമാണ് ഉഹുദ് നടന്നത്? ഉഹുദിൽ പങ്കെടുത്ത സഹാബികൾ ആരൊക്കെയാണ്? അതിൽ സംഭവിച്ച യുദ്ധത്തിന്റെ ചരിത്രം എന്താണ്? ഇതൊന്നും പലർക്കും അറിയുകയില്ല. അവരൊക്കെ സഹാബത്തിന്റെ പേരുകൾ പോലും അറിയാത്ത ഒരു തലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുക സഹാബത്തിന്റെ പേരുകൾ, അവരുടെ ചരിത്രങ്ങൾ, അവരനുഭവിച്ച ത്യാഗങ്ങൾ. അതാണ് ഇമാം മാലിക് റഹിമഹുല്ല, അഥവാ ഹിജ്റ 93 ജനിച്ച വലിയ പണ്ഡിതനാണ് ഇമാം മാലിക്, ഇമാം ദാരിൽ ഹിജ്റ. നബിയുടെ മസ്ജിദുൻ നബവി അവിടെ ദർശനിച്ചിരുന്ന വലിയ പണ്ഡിതനാണ് ഇമാം മാലിക് റഹിമഹുല്ല. അദ്ദേഹം പറയുകയാണ്, കാന സലഫു യുഅല്ലിമൂന ഔലാദഹും ഹുബ്ബ അബീ ബക്ർ വഉമർ കമാ യുഅല്ലിമൂന സൂറത മിനൽ ഖുർആൻ. സലഫുകൾ അഥവാ നമ്മുടെ മുൻഗാമികൾ, സഹാബികൾ, താബിഈങ്ങൾ, അത്ബാഉ താബിഈങ്ങൾ, അവരൊക്കെ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാറുണ്ട്. എന്താണ് പഠിപ്പിക്കാറുള്ളത്? അബൂബക്കറിനോടും ഉമറിനോടുമുള്ള ഇഷ്ടം. ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ അവരെ പഠിപ്പിക്കുമായിരുന്നു. ഫാത്തിഹ പഠിപ്പിക്കുന്നത് പോലെ അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനിനെയും അലിയെയും അതുപോലെ സഈദിനെയും സഅദിനെയും സുബൈറിനെയും അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അങ്ങനെ തുടങ്ങി എത്രയോ സഹാബികളുടെ ചരിത്രങ്ങൾ, കഥകൾ അവർ പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളും ഈ കാര്യം ശ്രദ്ധിക്കുക. സഹാബത്തിന്റെ ചരിത്രം, അവരുടെ സംഭവങ്ങൾ, അവർ നേരിട്ട പ്രയാസങ്ങൾ, അതൊക്കെ നമ്മുടെ മക്കൾക്ക് നാം പകർന്നു കൊടുക്കുക. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒന്നാമത്തെ വിശ്വാസം. രണ്ടാമത്തേത്, അന്നഹും അഫ്ളലുൽ ഉമ്മതി ബഅദ നബിയിഹാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ജനവിഭാഗം അത് സഹാബത്തിന്റെ തലമുറയാണ്. നന്മയിലും തഖ്വയിലും അവരെക്കാൾ മുൻകടന്ന ഒരു വിഭാഗം വന്നിട്ടില്ല, ഇനി വരികയുമില്ല. ഇത് പണ്ഡിതന്മാർ ഇജ്മാഉള്ള വിഷയമാണ്. അതുകൊണ്ട് സഹാബത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വിഭാഗം ഇനി കടന്നു വരാനില്ല. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ തലമുറ അതെന്റെ നൂറ്റാണ്ടാണ്, അഥവാ സഹാബത്താണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ പിൻപറ്റിയ താബിഈങ്ങൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവർക്ക് ശേഷം വന്ന തലമുറ അഥവാ തബഉ താബിഈങ്ങൾ. ഈ 3 തലമുറക്കാണ് അസ്സലഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഥവാ സലഫുകൾ, മുൻഗാമികൾ, സച്ചരിതരായ മുൻഗാമികൾ എന്ന് പറയുന്നത് ഇവരെയാണ്. ഈ 3 തലമുറയെ കുറിച്ചാണ്. ഇവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറയിലെ ഏറ്റവും ശ്രേഷ്ഠരായ 3 വിഭാഗം. അവരിൽ ഒന്നാമത്തേത് സഹാബത്താണ്. അതുകൊണ്ട് സഹാബികൾ, അവരിലെ ഓരോ ആളുകളും അവർക്ക് ശേഷം വന്ന തലമുറയിലെ എല്ലാ ആളുകളെക്കാളും ഉത്തമരാണ്, ശ്രേഷ്ഠരാണ് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അതാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിക്കുകയാണ്, അയ്യുഹുമാ അഫ്ളൽ, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ അം ഉമർ ഇബ്നു അബ്ദുൽ അസീസ്? മുആവിയയാണോ അതല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഇവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ? മുആവിയ സഹാബിയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സഹാബിയല്ല, പിൽക്കാലത്ത് വന്ന വ്യക്തിയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനോട് ചോദിക്കുകയാണ്, ഇവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി, അല്ലാഹു സത്യം ചെയ്തു പറയുകയാണ്, ഇന്നൽ ഗുബാറ അല്ലദീ ദഖല ഫീ അൻഫി മുആവിയ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളല മിൻ ഉമറ ബിഅൽഫി മറ. അദ്ദേഹം പറയുന്ന മറുപടി നോക്കൂ. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്കിൽ കയറിയ പൊടിപടലങ്ങൾ, മണൽത്തരികൾ, റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്തപ്പോൾ അവിടുത്തെ മൂക്കിൽ പതിഞ്ഞുപോയ അവിടുത്തെ മണൽത്തരികൾ, അതാണ് 1000 ഉമറിനേക്കാൾ ശ്രേഷ്ഠമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. അഥവാ ആ സ്വഹാബത്തിന്റെ ശ്രേഷ്ഠത അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്വല്ലാ മുആവിയതു ഖൽഫ റസൂലില്ലാഹ്, മുആവിയ റസൂലിന്റെ പിറകിൽ നമസ്കരിച്ച വ്യക്തിയാണ്.
അല്ലേ? എന്നിട്ട് പറഞ്ഞു ഫഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഫഖാല മുആവിയതു റബ്ബനാ വലകൽ ഹംദ്. റസൂലുള്ളാഹി സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ പിറകിൽ നിന്ന് റബ്ബനാ വലകൽ ഹംദ് എന്ന് പറയാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്, സ്വഹബത്തുള്ള വ്യക്തിയാണ് മുആവിയ എന്ന് പറയുന്നത്. ഫമാ ബഅദ ഹാദാ, ഇതിനേക്കാൾ പിന്നെ എന്താണ് വേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ട് സഹാബത്തിനേക്കാൾ ശ്രേഷ്ഠരായ ഒരാളും തന്നെയില്ല. റസൂലിനോടുള്ള സുഹബത്ത്, അതിനെ കവച്ചു വെക്കുന്ന മറ്റൊന്നും അതിനുശേഷമുള്ള ആളുകൾക്ക് ലഭിക്കാനില്ല എന്നുള്ളതാണ്. ഇതേ ചോദ്യം മറ്റു ചില പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതായി കാണാം. മുആഫ ഇബ്നു ഇമ്രാൻ റഹിമഹുള്ള അദ്ദേഹം ഇതേ ചോദ്യം, മുആവിയയാണോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ, ആരാണ് ശ്രേഷ്ഠം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ലാ യുഖാസു ബി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുമായി താരതമ്യപ്പെടുത്താൻ, അവരുമായി തുലനപ്പെടുത്താൻ ഒരാളും തന്നെയില്ല. എന്നിട്ട് പറയുന്നു, മുആവിയത്തു റളിയല്ലാഹു അൻഹു കാതിബുഹു, നബിയുടെ എഴുത്തുകാരനാണ്, വസാഹിബുഹു, നബിയുടെ സഹാബത്താണ്, നബിയുടെ സഹാബിയാണ്, വസിഹ്റുഹു, നബിയുടെ അളിയനാണ്, നബിയുടെ ഭാര്യയുടെ സഹോദരനാണ്, വഅമീനുഹു അലാ വഹീഹി, നബിയുടെ വഹീന്റെ കാര്യത്തിലുള്ള വിശ്വസ്തനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയയെ സഹാബിയല്ലാത്ത മറ്റൊരാളുമായി താരതമ്യപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹാബികൾ അവരാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗം. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. മൂന്നാമത്തേത്, അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമീഅൻ മിൻ അഹ്ലിൽ ജന്ന, അവരെല്ലാവരും സ്വർഗത്തിലാണ്, സഹാബികൾ മുഴുവൻ സ്വർഗത്തിലാണ് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരെടുത്ത് പറഞ്ഞവരുണ്ട്. അബൂബക്കറുൻ ഫിൽ ജന്ന, ഉമറുൻ ഫിൽ ജന്ന, ഉസ്മാനുൻ ഫിൽ ജന്ന, വഅലിയുൻ ഫിൽ ജന്ന, സഅദുൻ ഫിൽ ജന്ന, സഈദുൻ ഫിൽ ജന്ന. അങ്ങനെ ഒരു ഹദീസിൽ 10 ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് ഹദീസുകളിൽ വേറെ പേരുകളുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ താങ്കളുടെ ചെരുപ്പടി ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സബക ബിഹാ ഉക്കാശ, ഉക്കാശ മുൻകടന്നിരിക്കുന്നു. അങ്ങനെ പല ഹദീസുകളിലും പല സഹാബികളുടെ പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പേരുകൾ പറയപ്പെട്ട സഹാബികളുടെ പേരുകൾ നമുക്ക് പറയാം. അതല്ലാതെ മൊത്തത്തിൽ എല്ലാവരും സഹാബികൾ മുഴുവൻ സ്വർഗത്തിലാണ് എന്നതാണ് നാം വിശ്വസിക്കേണ്ടത്. സഹാബികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ കുറിച്ചും തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവെ കുറിച്ചും തൃപ്തിപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പുകൾ അള്ളാഹു അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അവരവിടെ ശാശ്വതരായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെ കുറിച്ച് പറയുകയാണ്. നാലാമതായി നാം പഠിക്കേണ്ടത് അദ്ദിഫാഉ അൻഹും ബിമാ നാല അൻഹും ബിസ്സൂ, അവരെ കുറിച്ച്, സഹാബത്തിനെ കുറിച്ച് മോശമായ വാക്കുകൾ, മോശമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ, അവരെ പരിഹസിക്കുന്നവർ, അവർ കാട്ടറബികളാണ്, പിശുക്കന്മാരാണ്, ഇങ്ങനെ സഹാബികൾക്ക് ചേരാത്ത, അവർ അനീതി പ്രവർത്തിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നാം തടുക്കേണ്ടതുണ്ട്, പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇൽമിന്റെ കോട്ട കൊണ്ട് നാം അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പ്രത്യേകം അവിടുന്ന് വിലക്കിയ കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുമ്പോൾ അതിനെ വിലക്കുക, അതിനെ തടുക്കുക എന്നത് സഹാബത്തിനോടുള്ള ഒരു ബാധ്യതയായി നാം പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അഞ്ചാമതായി അന്നനാ നുബ്ഗിദു ഫില്ലാഹി മൻ അബ്ഗളഹും, ആ സഹാബത്തിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ, അവരോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവർ, അവരോട് നമുക്കും ദേഷ്യമുണ്ട്. എന്തിനാണ് ദേഷ്യം? നാം സഹാബത്തും തമ്മിൽ വല്ല സാമ്പത്തിക ഇടപാടുമുണ്ടോ? ഇല്ല. അവർ നമുക്ക് ദുനിയാവിന്റെ വല്ല സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ടോ? ഇല്ല. മറിച്ച് അള്ളാഹുവിന്റെ പേരിലുള്ള വെറുപ്പും സ്നേഹവുമാണ്. അവർ സഹാബത്ത് എന്ന് പറയുന്നത് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകിയ ജനവിഭാഗമാണ്, അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണ്.
സ്വർഗത്തിലാണെന്ന് അള്ളാഹു പറഞ്ഞവരാണ്. അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് മോശം പറയുമ്പോൾ, അവരെ കുറിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കുമ്പോൾ, അത്തരത്തിലുള്ള ആളുകളോട് നമ്മുടെ മനസ്സിൽ ഈമാനിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിലുള്ള വെറുപ്പ് അത്തരത്തിലുള്ള ആളുകളോട് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആറാമതായി അന്നന നതറല്ലാഹു അൻഹും, നമ്മൾ അവർക്ക് വേണ്ടി തർളിയത്ത് പറയും. അഥവാ അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കും. ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരു അടയാളമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ തർളിയത്ത് ചെല്ലുക, റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് അവർക്ക് വേണ്ടി നമ്മൾ തർളിയത്ത് ചെല്ലുക. ഏഴാമതായി അന്നന നതഅബ്ബദുല്ലാഹ ബിദ്ദുആഇ ലഹും ബിൽ മഗ്ഫിറതി വൽ റിദ്വാനി വൽ ജന്ന. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത്, അല്ലാഹുവിന്റെ തൃപ്തി, അതേപോലെ സ്വർഗം, ഇതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി, അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. വിശുദ്ധ ഖുർആനിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? ആയത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: വല്ലദീന ജാഊ മിൻ ബഅദിഹിം, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വന്ന മുഅ്മിനീങ്ങൾ, അവരെ കുറിച്ചാണ് പറയുന്നത്. യഖൂലൂൻ, ആ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വന്ന മുഅ്മിനീങ്ങൾ അവർ പ്രാർത്ഥിക്കും. അവരെന്താണ് പ്രാർത്ഥിക്കുന്നത്? റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്കും അതുപോലെ ഈമാൻ കൊണ്ട് ഞങ്ങളെ മുൻകടന്നു പോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. അതുകൊണ്ട് സഹാബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ നാവ് കൊണ്ട് നല്ലത് മാത്രം പറയുക, അവർക്ക് റഹ്മത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. പിന്നെയോ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു, അല്ലാഹുവേ, ഈമാനുള്ള ആളുകളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഒരു വിദ്വേഷവും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. അഥവാ നമ്മുടെ നാവും നമ്മുടെ ഹൃദയവും ശുദ്ധമായിരിക്കണം. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം: വമിൻ ഉസൂലി അഹ്ലി സുന്നത്തി വൽ ജമാഅ സലാമത്തു ഖുലൂബിഹിം വഅൽസിനതിഹിം ലിഅസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ച് നമ്മുടെ നാവും നമ്മുടെ ഹൃദയവും ഇത് രണ്ടും ശുദ്ധിയുള്ളതായിരിക്കണം. അഥവാ നാവ് കൊണ്ട് അവരെ ആക്ഷേപിക്കുക, അവരെ കുത്തുവാക്കുകൾ പറയുക, അത് പാടില്ല. ഹൃദയം കൊണ്ട് അവരോട് അസൂയ വെച്ച് പുലർത്തുക, ശത്രുത പുലർത്തുക, വിദ്വേഷം പുലർത്തുക, ഇത് രണ്ടും പാടില്ല. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ നാവ് കൊണ്ടുള്ള സുരക്ഷിതത്വവും ഹൃദയം കൊണ്ടുള്ള സുരക്ഷിതത്വവും നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലേ? റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാവ് കൊണ്ട് നല്ലതാണ് പറയുന്നത്. അതുപോലെ അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അവരോടുള്ള വിദ്വേഷം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയവും അതുവഴി ശുദ്ധമായി തീരുന്നതാണ്. അതാണ് മഹാനായ ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞതായി കാണാം: വഖുൽ ഖൈറ ഖൗലിൻ ഫി സ്വഹാബതി കുല്ലിഹിം, സഹാബികളെ കുറിച്ച് അവരെല്ലാവരെ കുറിച്ചും നീ നല്ലത് മാത്രം പറയുക. വലാ തകു തആനൻ തഈബു വതജ്റഹു, അവരെ കുറിച്ച് ആക്ഷേപിക്കുവാൻ, കുത്തുവാക്കുകൾ പറയാൻ, അവരെ കീറി മുറിക്കുവാൻ, അഥവാ കുത്തുവാക്കുകൾ കൊണ്ട്, ആക്ഷേപ ശരങ്ങൾ കൊണ്ട് നീ സഹാബികള് അവരെ അങ്ങനെ പറയരുത്. അങ്ങനെ അത്തരത്തിലുള്ള നിലപാട് നിനക്കുണ്ടാകാൻ പാടില്ല എന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. അടുത്തത് ഏഴാമതായി നാം മനസ്സിലാക്കേണ്ടത്, സഹാബികൾ മുഴുവൻ റുദൂലുൻ സിഖാത്തുൻ അസ്ബാത്ത്, അവരെല്ലാവരും നീതിമാന്മാരാണ്, അവരെല്ലാവരും സ്വീകാര്യരാണ്. അവരിൽ ഒരാളും ആക്ഷേപാർഹരല്ല. ആക്ഷേപങ്ങളും അതുപോലെ ഊഹങ്ങളുമൊക്കെ ചെന്നെത്താവുന്നതിനും അപ്പുറമാണ് അവരുടെ ശ്രേഷ്ഠതയും പദവിയുമെല്ലാം. അതുകൊണ്ട് സഹാബികളെല്ലാവരും അവർ ദീനിന്റെ വിഷയത്തിൽ സ്വീകാര്യരാണ്, അവർ നീതിമാന്മാരാണ്, അവർ വിശ്വസ്തരാണ്. അവരെക്കുറിച്ച് ഒരാളെക്കുറിച്ചും ആക്ഷേപങ്ങൾ അവരിലേക്ക് ചെന്നെത്തുകയില്ല. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. ഒമ്പതാമതായി ലാ നുഫർരിതു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും, അവരോടുള്ള ഇഷ്ടം, അവരോടുള്ള മഹബ്ബത്ത്, അതിൽ നമ്മൾ അതിരുകവിയുകയില്ല.
ചില ആളുകൾ, ചില വിഭാഗം അവർ ചില സഹാബികളുടെ വിഷയത്തിൽ അതിരുകവിഞ്ഞിട്ടുണ്ട്. റാഫിദികൾ, ഷിയാക്കളിൽപ്പെട്ട പിഴച്ച വിഭാഗമാണ് റാഫിദികൾ. അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അതിരുകവിഞ്ഞവരാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അതിരുകവിഞ്ഞവരാണ്. നബി കുടുംബത്തിന്റെ വിഷയത്തിൽ അതിരുകവിഞ്ഞവരാണ്. അവർക്ക് ഉലൂഹിയത്ത് വകവെച്ചു കൊടുത്തവരാണ്. നബിയും നബിയുടെ കുടുംബവും അലി, ഹുസൈൻ, ഹസൻ ഇവരല്ലാത്തവരൊക്കെ, അബൂബക്കറും ഉമറും അവരൊക്കെ കാഫിറുകളാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ ചില ആളുകളുടെ വിഷയത്തിൽ അതിരുകവിയുക എന്നത് അത് അനുവദിക്കപ്പെട്ട കാര്യമല്ല. 10ാമതായി സഹാബികളെ കുറിച്ച് അവരുടെ ശ്രേഷ്ഠതകൾ ധാരാളം വന്നിട്ടുണ്ട്. ഹദീസുകളും ആയത്തുകളും ഒക്കെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. അത് പഠിക്കുകയും അത് ഉറച്ച് വിശ്വസിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അത് പ്രചരിപ്പിക്കുന്നതിന് പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശം എന്താണ്? സഹാബത്തിനെ കുറിച്ചുള്ള മഹബത്ത് അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നത് അത് നമ്മുടെ ദീനിന്റെ ഭാഗമാണ്, അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ആ നിലക്ക് നമ്മൾ എന്താക്കുക? അവരുടെ മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതല്ലാതെ സഹാബത്തിനെ കുറിച്ച് അവർ പ്രാചീനരാണ്, അവർ കാട്ടറബികളാണ്, എന്തിനാണ് അവരെ കുറിച്ച് ഇപ്പോഴും ഇങ്ങനെ പറയുന്നത്? അവർ നമ്മെപ്പോലെ മനുഷ്യരല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർ മനുഷ്യർ തന്നെയാണ്, പക്ഷേ നമ്മെപ്പോലെയല്ല. ചില ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ, തെളിവുകൾ നമ്മെ പഠിപ്പിക്കുന്നു എന്ന കാര്യം നാം ഒരിക്കലും അവിസ്മരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹ്യമായും ആന്തരികമായും അവരെ സംസ്കരിച്ചിട്ടുണ്ട്, അവരെ പ്രശംസിച്ചിട്ടുണ്ട്, അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ബൈഅത്തു റിദ്വാൻ, ആ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സഹാബികളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ കുറിച്ച് ലഖദ് റളിയല്ലാഹു, അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നവിടുന്ന് പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, മൻ കാന മിൻകും മുതഅസ്സിയൻ ഫൽയതഅസ്സ ബിഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെങ്കിലും മറ്റൊരാളെ അനുധാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഒരാളെ പിൻപറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ റസൂലിന്റെ സഹാബത്തിനെ പിൻപറ്റിക്കൊള്ളട്ടെ, അവർ റസൂലിന്റെ സഹാബത്തിനെ പിൻപറ്റിക്കൊള്ളട്ടെ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഇന്നഹും കാനൂ അബർറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ. ഈ ഉമ്മത്തിലെ ഏറ്റവും ശുദ്ധമായ ഹൃദയത്തിന്റെ, നന്മ നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളാണവർ. വഅഅമഖഹാ ഇൽമ, ദീനിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം അഗാധമായ പാണ്ഡിത്യമുള്ളവർ, വിജ്ഞാനമുള്ളവരാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. വഅഖല്ലഹാ തകല്ലുഫ, തീരെ ജാടയില്ലാത്തവർ. എന്താണ് ജാട എന്ന് പറഞ്ഞാൽ? ഇല്ലാത്തത് പെരുപ്പിച്ച് കാണിക്കാത്തവർ, ഇല്ലാത്തത് പെരുപ്പിച്ച് കാണിക്കാത്തവരാണ്, തീരെ ജാടയില്ലാത്തവരാണ്. സ്വഹാബത്തിന്റെ വിശേഷണമായി പറയുകയാണ്. ഇത് അദ്ദേഹം പറഞ്ഞു, ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബതി നബിയിഹി. അല്ലാഹു അവന്റെ നബിയുടെ കൂട്ടുകാരായി, ആ നബിയുടെ സഹചാരികളായി തെരഞ്ഞെടുത്ത ഒരു ജനവിഭാഗമാണവർ. വ ഇഖാമതി ദീനിഹി, അല്ലാഹുവിന്റെ ദീൻ അതിവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത ജനവിഭാഗമാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫഅരിഫൂ ലഹും ഫദ്ലഹും, അവരുടെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കുക, അത് പഠിച്ച് മനസ്സിലാക്കുക. വത്തബിഊഹും ഫീ ആസാരിഹിം, അവരുടെ കാലടിപ്പാടുകൾ, അവരുടെ ഉപദേശങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ മാർഗം അത് നിങ്ങൾ പിന്തുടരുക. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, അവർ നിലകൊള്ളുന്നത് നേരായ മാർഗത്തിലാണ്, നേരായ സന്മാർഗത്തിലാണ് ആ സ്വഹാബത്ത് നിലകൊള്ളുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം മടങ്ങേണ്ടത് സ്വഹാബത്തിലേക്കാണ്. നാം മടങ്ങേണ്ടത് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ പ്രവർത്തനവും അതൊക്കെ നാം തട്ടിച്ചു നോക്കേണ്ടത് സ്വഹാബത്തിലേക്കാണ്. അവരെങ്ങനെ വിശ്വസിച്ചു, അവരെങ്ങനെ അനുഷ്ഠിച്ചു, അവരെങ്ങനെയാണ് ദീനിന്റെ കർമ്മങ്ങൾ ചെയ്തത്, അവരെങ്ങനെയാണ് ഒരു ആയത്ത് മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണ് ഒരു ഹദീസ് അത് നടപ്പിലാക്കിയത്, അതാണ് നാം പരിശോധിക്കേണ്ടത്. അതിലേക്കാണ് നാം മടങ്ങേണ്ടത്. അതിനാണ് സലഫുകളുടെ മാർഗം എന്ന് പറയുന്നത്. നാം നമ്മെക്കുറിച്ച് സ്വയം പരിചയപ്പെടുത്താറുള്ളത് നമ്മൾ സലഫികളാണ്. സലഫി മസ്ജിദ് എന്നും സലഫി നഗറുകളെന്നും
സലഫി മദ്രസകളെന്നും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മറ്റ് സംഘടനകളിൽ നിന്ന് ഒരു വേറിട്ട് നിൽക്കാൻ ഒരു നാമം സ്വീകരിച്ചു എന്നതല്ല, മറിച്ച് അതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഉത്തമ തലമുറയിലെ ആ മാർഗത്തെ പിന്തുടരുക, അതിനെ പിൻപറ്റുക എന്നതാണ് അതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله സഹാബത്തിനുള്ള ശ്രേഷ്ഠതകൾ, അവർക്കുള്ള മഹത്വങ്ങൾ നാം മനസ്സിലാക്കി. ഇനി അടുത്തൊരു വിഷയമാണ്. സഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ ധാരാളമുണ്ട്. ഓരോ വ്യക്തികളുടെ വിഷയത്തിലും ചില ശ്രേഷ്ഠതകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നാം വിശദമായി പഠിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തൊരു മസ്അല, ഹലി സഹാബത്തു യതഫാവലൂൻ. സഹാബികൾ എല്ലാവരും ശ്രേഷ്ഠതയുള്ളവരാണ്, അവർ സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് നാം മനസ്സിലാക്കി. പക്ഷേ അവർക്ക്, ആ സഹാബികൾക്കിടയിൽ ഈ ശ്രേഷ്ഠതയിൽ, മഹത്വത്തിന്റെ ഈ പദവിയിൽ ഏറ്റവ്യത്യാസമുണ്ടോ എന്നതാണ് അടുത്തൊരു മസ്അലയായി നാം മനസ്സിലാക്കേണ്ടത്. അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത് എന്താണ്? സഹാബത്തിന് അവർക്കിടയിൽ ശ്രേഷ്ഠതയിൽ ഏറ്റവ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ അബൂബക്കറാണ്, പിന്നീട് ഉമറാണ്, പിന്നീട് ഉസ്മാൻ, പിന്നീട് അലിയുൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇതാണ് ശ്രേഷ്ഠതയുടെ ആ തർത്തീബ്. ഇതാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതായി കാണാം. ഹും ഫിൽ ഫദ്ലി കതർതീബിഹിം ഫിൽ ഖിലാഫ. അവരുടെ ഭരണം എങ്ങനെയായിരുന്നോ, ആ ഭരണത്തിലുള്ള അവരുടെ തർത്തീബ്, ആ ക്രമം എങ്ങനെയായിരുന്നോ അതേപോലെയാണ് ശ്രേഷ്ഠതയിലും അവരുടെ ക്രമം. അഥവാ ആദ്യം അബൂബക്കർ, പിന്നീട് ഉമർ, പിന്നീട് ഉസ്മാൻ, പിന്നീട് അലി റളിയല്ലാഹു അൻഹും. ഇതാണ് ആദ്യത്തെ നാലാളുകൾ. പിന്നീട് ബഖിയ്യത്തുൽ അശറ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി ആളുകൾ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളാണുള്ളത്. അതിൽ ആദ്യത്തെ 4 ആളുകൾ ഈ പറയപ്പെട്ട ആളുകളാണ്. ബാക്കി 6 ആളുകളുണ്ട്. ഈ 6 ആളുകൾക്കിടയിൽ എന്തില്ല? ആദ്യം ഇന്നയാള്, പിന്നെ ഇന്നയാള്, അങ്ങനെയില്ല. പിന്നെ അവർ മൊത്തത്തിൽ അവരാണെന്ത്? ശ്രേഷ്ഠതയുള്ളവർ. ആ 6 ആളുകൾ ആരൊക്കെയാണ്? നമ്മൾ പഠിക്കണം, പേര് പഠിക്കണം. ഒരു വരി കവിതയുണ്ട്. ആ കവിത പഠിച്ചാൽ നമുക്ക് ആ പേരുകൾ ഹിഫ്ളാക്കാൻ പറ്റും. ഏതാണ് കവിത?
ഇബ്നു അബീ ദാവൂദ് അദ്ദേഹത്തിന്റെ ഹായിയയിൽ പറയുന്നു സഈദുൻ വസഅദുൻ വബ്നു ഔഫിൻ വതൽഹതു വആമീറു ഫിഹ്റിൻ വസ്സുബൈറുൽ മുമദ്ദഹു. സഈദുൻ അഥവാ സഈദ് ഇബ്നു സൈദ്, വസഅദുൻ സഅദ് ഇബ്നു അബീ വഖാസ്, വബ്നു ഔഫ് അഥവാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, വതൽഹതു അതാണ് തൽഹതു ഇബ്നു ഉബൈദില്ലാ, വആമീറു ഫിഹ്റിൻ അഥവാ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്, വസ്സുബൈർ സുബൈർ ഇബ്നുൽ അവ്വാം. ഈ 6 ആളുകൾ, പിന്നെ ആദ്യം പറഞ്ഞ 4 ആളുകൾ. അപ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് അതല്ലെങ്കിൽ വളർന്നു വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അതുകൊണ്ട് സഹാബികളുടെ പേര് പഠിക്കുക, അവരുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചരിത്രമാണ് നമ്മെ മുന്നോട്ടേക്ക് നയിക്കുന്ന കാര്യം. നമുക്ക് പ്രചോദനമാകുന്നത് ചരിത്രമാണ്. റസൂലിന്റെ ചരിത്രം, സഹാബത്തിന്റെ ചരിത്രമൊക്കെ പഠിക്കുക, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അങ്ങേയറ്റം ആവശ്യമാണ്. കാരണം ചരിത്രം തിരുത്തുന്നതിലൂടെയാണ് വളർന്നു വരുന്ന ഒരു ജനതയെ മാറ്റിയെടുക്കാൻ കഴിയും. ചരിത്രത്തിലുള്ള തിരിമറി നടത്തിയിട്ടാണ് പിൽക്കാലത്തുള്ള മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ സഹാബത്തിനെ കുറിച്ച് മോശം പറയുന്ന ആളുകളുണ്ട്. അതെങ്ങനെയാണ്? ആ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ അതിലില്ലാത്തത് പിൽക്കാലത്ത് ഷിയാക്കളും റാഫിദികളും ഖവാരിജുകളും ഒക്കെ അതിലില്ലാത്തത് കയറ്റി. അപ്പൊ ചരിത്രം അത് പഠിക്കണം, അതിന്റെ വസ്തുത നമ്മൾ മനസ്സിലാക്കണം, അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹാബി വനിതകളുടെ കൂട്ടത്തിൽ ആരാണ് ശ്രേഷ്ഠരായവർ? ഖദീജയും ആയിഷയും ഫാത്തിമയും റളിയല്ലാഹു അൻഹുൻ, ഇവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ സഹാബി വനിതകൾ. ഇനി ഇവർക്കിടയിൽ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം പരിഗണിച്ചു നോക്കുമ്പോൾ ആരാണ് ശ്രേഷ്ഠർ? ഖദീജയാണ്. കാരണം റസൂലിനെ ആദ്യകാലത്ത് സഹായിക്കുകയും അവിടുന്ന് കരുത്ത് പകരുകയും ചെയ്തത് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. എന്നാൽ ഇസ്ലാമിന്റെ അവസാന കാലം പരിഗണിച്ചു നോക്കുമ്പോൾ ആരാണ് ശ്രേഷ്ഠരായവർ? ആയിഷ റളിയല്ലാഹു അൻഹയാണ്. റസൂലിൽ നിന്ന് ധാരാളം വിജ്ഞാനം കരസ്ഥമാക്കിയവർ. സ്ത്രീകളുടെ കൂട്ടത്തിൽ അഫ്ഖഹു നിസാഇ അൽ ഉമ്മ, ഈ ഉമ്മത്തിലെ നിസാഇ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിജ്ഞാനമുള്ളവർ അവർ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് റസൂലിന്റെ ജീവിതത്തിന്റെ അവസാന കാലം പരിഗണിക്കുമ്പോൾ ആയിഷയാണ് ശ്രേഷ്ഠർ എന്നിങ്ങനെ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് അബൂബക്കറാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ എന്നത് അഹ്ലുസുന്നയുടെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്. അതിനുള്ള ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി പറഞ്ഞതായി കാണാം, വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മതി ഖലീല ലത്തഖൽതു അബാ ബക്രിൻ ഖലീല. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ ആരെയെങ്കിലും ഒരു ഉറ്റ കൂട്ടുകാരൻ, ഖലീൽ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ അങ്ങേയറ്റം കരസ്ഥമാക്കിയവൻ, ലഭിച്ചവൻ എന്നാണ്. അങ്ങനെ ആരെയെങ്കിലും ഞാൻ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ അബൂബക്കറിനെ ഖലീലായി സ്വീകരിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അദ്ദേഹം പറയുകയാണ്, കുന്നാ നഖൂലു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയ്യുൻ. നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇപ്രകാരം പറയാറുണ്ട്. എന്താണ് പറയാറുള്ളത്? അഫ്ളലു ഉമ്മത്തി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദഹു അബൂബക്കർ സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ. ഈ ഉമ്മത്തിലെ നബിക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായ അബൂബക്കറാണ്, പിന്നീട് ഉമറാണ്, പിന്നീട് ഉസ്മാനാണ് എന്ന് നബി ജീവിച്ചിരിക്കെ തന്നെ ഞങ്ങൾ പറയാറുണ്ട് എന്നവർ പറയാം. മറ്റൊരു ഹദീസിൽ കാണാം നബി അത് കേൾക്കാറുണ്ട്, നബി അതിനെന്താക്കിയിട്ടില്ല, എതിർത്തിട്ടില്ല എന്ന് അവിടുന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ അംർ ഇബ്നുൽ ആസ് അദ്ദേഹം നബിയുടെ അടുക്കലേക്ക് വന്ന് നബിയോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി ഖൈറുൻ ബഅദ റസൂലില്ലാഹ്. അല്ല, റസൂലിനോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി അഹബ്ബു ഇലൈക്. റസൂലെ, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? റസൂലുള്ളാഹി പറയുന്നു, ആയിഷ. എനിക്ക് ആയിഷയെയാണ് ഏറ്റവും ഇഷ്ടം. റസൂലിന്റെയും ആയിഷയുടെയും റളിയല്ലാഹു അൻഹ അവർ തമ്മിലുള്ള ഇഷ്ടവും അവർ തമ്മിലുള്ള ഐക്യവും അവരുടെ ആ ദാമ്പത്യ ജീവിതം അത് നമുക്ക് വായിച്ചാൽ ആ സ്നേഹം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റസൂലിന് അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു ആയിഷയെ. റസൂലുള്ളാഹി പറയാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയെയാണ്. അപ്പൊ ഈ സഹാബി വീണ്ടും ചോദിക്കുകയാണ്, മിനൽ റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ്? അപ്പൊ റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്? അബൂഹ, അവളുടെ ഉപ്പ. നോക്കൂ,
അവിടെയും നബി എന്ത് പറഞ്ഞില്ല? അബൂബക്കർ എന്നല്ല പറഞ്ഞത്, പിന്നെ എന്താ പറഞ്ഞത്? അവളുടെ ഉപ്പ എന്നാണ് പറഞ്ഞത്. ആ ഉത്തരത്തിലും എന്തുണ്ട്? ആയിഷയോടുള്ള ഇഷ്ടം നബി അവിടെ പ്രകടമാക്കുകയാണ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ് ഇഷ്ടം? അവളുടെ ഉപ്പയെ, അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. പിന്നെ ആരെയാണ്? പിന്നെ ഉമർ. അങ്ങനെ പിന്നെ കുറച്ച് ആളുകളുടെ പേര് റസൂലുള്ള ഇങ്ങനെ പറയാൻ. ഇനി അടുത്തൊരു ഹദീസ്, പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ. ആരാണ് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ? അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. നമുക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കളാണ് നമുക്ക് പരിചയം. ആരാണ്? ഹസൻ, ഹുസൈൻ. ഇത് ഫാത്തിമ റളിയല്ലാഹു അൻഹയിലുള്ള മക്കളാണ്. എന്നാൽ മറ്റൊരു ഭാര്യയിലുള്ള മകനാണ് ആര്? മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ. അദ്ദേഹം തന്റെ പിതാവിനോട്, അഥവാ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി ഖൈറുൻ ബഅദ റസൂലില്ലാ, റസൂലിന് ശേഷം ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ആരാണ്? ആരോടെ ചോദിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഉത്തരം പറയാണ് അബൂബക്കർ. ആരാണ്? അബൂബക്കറാണ്. ഖുൽതു, ഞാൻ വീണ്ടും ചോദിച്ചു, സുമ്മ മൻ, പിന്നെ ആരാണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു സുമ്മ ഉമർ, പിന്നെ ഉമറാണ്. എന്നിട്ട് ആ മകൻ പറയാണ്, അദ്ദേഹം മൂന്നാമതായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം മകൻ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? അബൂബക്കറും ഉമറും കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അലിയാണ്, അഥവാ എൻ്റെ ഉപ്പയാണ് പിന്നീട് ശ്രേഷ്ഠൻ എന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ മകൻ ചോദിക്കുകയാണ്, സുമ്മ അൻത, പിന്നീട് താങ്കളാണോ മൂന്നാമത്തേത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അന ഇല്ലാ റജുലുൻ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട സാധാരണ ഒരു മനുഷ്യൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് അദ്ദേഹം അത് പറയുകയാണ്. നോക്കൂ, അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു ആരെയാണ് മുന്തിച്ചത്? ആദ്യം അബൂബക്കർ, പിന്നീട് ഉമർ. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മയ്യത്ത് കട്ടിലിന്മേൽ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഹദീസ് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ തോളിൽ ഒരാൾ പിറകിൽ നിന്ന് കൈയിട്ടു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റഹിമക്കല്ലാഹ്, മരിച്ചു കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു താങ്കൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, താങ്കളുടെ രണ്ട് കൂട്ടുകാർ അഥവാ അബൂബക്കർ അതുപോലെ മുഹമ്മദ് നബി, അവരുടെ കൂടെ അള്ളാഹു താങ്കളെ ആക്കിയിരിക്കുന്നു. എന്നിട്ട് ആ തോളിൽ കൈയിട്ട വ്യക്തി അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ഇപ്രകാരം പറയുന്നതായി ഞാൻ ധാരാളം തവണ കേട്ടിട്ടുണ്ട്. എന്താണ് പറയുന്നത് റസൂലുള്ളാഹ്? കുൻതു വ അബൂബക്രിൻ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും ഇങ്ങനെയായിരുന്നു. വ ഫഅൽതു അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും ഇങ്ങനെ ചെയ്തു. വൻ തലഖ്തു വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും ഒരു വഴിയിലൂടെ പ്രവേശിച്ചു അല്ലെങ്കിൽ പോയി. റസൂലുള്ളാഹി ഇങ്ങനെ ധാരാളമായി പറയാറുണ്ട്, ഞാനും അബൂബക്കറും ഉമറും ഇന്ന് റസൂലുള്ളാഹി ധാരാളമായി പറയാറുണ്ട്. അതുകൊണ്ട് താങ്കളെ അള്ളാഹു താങ്കളുടെ കൂട്ടുകാരുടെ അടുക്കലേക്ക് താങ്കളെ ആക്കിയിരിക്കുകയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അദ്ദേഹം തിരിഞ്ഞു നോക്കുകയാണ്. ആരാണ് ഈ കൈ, തോളത്ത് കൈ വച്ചിരിക്കുന്നത് ആരാണ്? അത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യമാണ്, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഈ ഉമ്മത്തിലെ മുഹമ്മദ് നബിക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായവർ ആരാണ്? അബൂബക്കറാണ്, പിന്നീട് ഉമറാണ്, പിന്നീട് ഉസ്മാനാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം അംഗീകരിച്ച കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതായി കാണാം, 80 തവണ, അതിൽ 80ഓളം രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഷിയാക്കൾ, റാഫിദികൾ അവരിത് നിഷേധിക്കുകയാണ്. ഇത് ഇബ്നു തൈമിയ്യ പറഞ്ഞതായി കാണാം, നസ്രാനികൾ, ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാമിനെ എങ്ങനെയാണോ കളവാക്കുന്നത്, അതുപോലെ ഷിയാക്കൾ ആരെ കളവാക്കുന്നു? അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിനെ കളവാക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠർ അബൂബക്കറാണ്, ഉമറാണ് എന്നാണ്. പക്ഷെ ഷിയാക്കൾ പറയുന്നതോ, ഞങ്ങൾ ഷിയഅത്തു അലി, അലിയുടെ വിഭാഗം എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയത്. പക്ഷെ അവർ പറയുന്നത് എന്താണ്? ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠർ അത് അലിയാണ്. നബി കഴിഞ്ഞാൽ ഖിലാഫത്തിന് ഏറ്റവും അർഹരായവർ അത് അലിയാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ചില വ്യക്തികൾ
അത്തരത്തിലുള്ള സംസാരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഖാസിമി പ്രസംഗിക്കുന്നതായി കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നത് എന്താണ്? അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ലോകത്തെ പ്രധാനി ആരാണ്? അത് അലിയാണ്, ഒരു സംശയവും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞതായി കാണാം. എന്താണ് അലി എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്. അബൂബക്കറിന്റെ ഈമാനൊക്കെ ഓക്കെ, പക്ഷേ ഷറഫിലും പദവിയിലും ആരാ? അത് അലിയാണ്. അലി ഭയങ്കര ആളാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് ജനങ്ങളെ. അഥവാ അഹ്ലുസുന്നയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരായിക്കൊണ്ട് ഷിയാക്കളുടെ വിശ്വാസം അത് പഠിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ ഷിയായിസം പതുക്കെ പതുക്കെ അത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠരായവർ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്നതാണ്. ഇനിയും സഹാബത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാന കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരിക്കലാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.